ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളി കുലശേഖരപുരം നോർത്ത് CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ്. കുലശേഖരപുരം നോർത്ത് ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചാണ്. ആ ലോക്കൽ സമ്മേളനത്തിലാണ് ഒരു വിഭാഗം ആളുകൾ ആ ലോക്കൽ സമ്മേളന വേദിയിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ ഉണ്ടായിരുന്ന 2 CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ഉൾപ്പെടെ പൂട്ടിയിടുകയും ചെയ്തത്. പ്രധാനമായും ഈ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ചാണ് അവിടെ വലിയ തർക്കങ്ങൾ നടന്നത്. ഒരു വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഈ പ്രതിഷേധക്കാർ ഒരു സമരം നടത്തി. അത് ഒരുപക്ഷെ CPMന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഈ CPIM മെമ്പർഷിപ്പുള്ള ആളുകൾ തന്നെ CPMന്റെ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ സമരം നടത്തിയത്. ഏതായാലും ഈ വിഷയം പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ നേരിട്ട് ഇന്ന് ഈ വിഷയം പരിഹരിക്കുന്നതിനായും അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനായും സ്ഥലത്തേക്ക് നേരിട്ട് എത്തിയിരുന്നു. അതിനെ തുടർന്ന് കരുനാഗപ്പള്ളി CPIM ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇന്നലെ ഈ സമരത്തിനൊക്കെ നേതൃത്വം കൊടുത്ത പാർട്ടി അംഗം കൂടിയായിട്ടുള്ള ബിജു ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സമരം വിജയിച്ചു എന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്? ഇതിനകത്ത് ജയത്തിന്റെയും പരാജയത്തിന്റെയും ഒരു പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ പാർട്ടിക്കകത്ത് കടന്നുകൂടിയിട്ടുള്ള ചില സംഭവവികാസങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിച്ചത്. അത് പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ പാർട്ടി ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ നിങ്ങളുടെ ഇന്നലത്തെ ഒരു വലിയ പരാതി എന്നുള്ളത് പാർട്ടി ഏരിയ നേതൃത്വം നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയില്ല. ഇവിടെ ഈ ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ ലോക്കൽ സമ്മേളനത്തിൽ നിങ്ങൾ എന്താണോ പ്രതിഷേധമായി പറഞ്ഞത് അത് ചെവികൊള്ളാൻ ഏരിയ നേതൃത്വം തയ്യാറായില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ സമരം നടത്തിയത്. കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഈ പാർട്ടി നടക്കുന്ന ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ജില്ലാ കമ്മിറ്റിക്കും മറ്റും പരാതി കൊടുത്തിട്ടുള്ളതാണ്. പലതരത്തിലുള്ള പരാതി കൊടുത്തിട്ട് തന്നെ ആ പരാതികളൊന്നും തന്നെ മുഖവിലേക്ക് എടുക്കാൻ തയ്യാറാകാതിരുന്ന അവസാന ഘട്ടത്തിലാണ് നമുക്ക് ഈ തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി ഇറങ്ങേണ്ടി വന്നത്. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സംഭവം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അതിന് ഉതകുന്ന തരത്തിലുള്ള നല്ലൊരു തീരുമാനം ഉണ്ടാകുകയും ചെയ്ത് വളരെ സന്തോഷമുണ്ട്. അതായത് ഒരു ശുദ്ധികലശം പാർട്ടിയിൽ തുടങ്ങി എന്നാണോ നിങ്ങളുടെ മേഖലയിൽ? അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? തീർച്ചയായിട്ടും ഇതൊരു മാർക്സിസ്റ്റ് പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിനകത്ത് ഈ തരത്തിലുള്ള ഒരു തരത്തിലുള്ള പരിപാടികളും വെച്ച് ഉറപ്പിക്കില്ല എന്നുള്ള നല്ല ഉത്തമ വിശ്വാസമുള്ളതിനാലാണ് ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്നത്. ഈ പാർട്ടിയിൽ ജനിച്ചു ഈ പാർട്ടിയിൽ മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ഒരുപക്ഷെ ഈ CPMന്റെ ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിടുമെന്ന്? ആ തരത്തിലുള്ള പ്രതീക്ഷയില്ലായിരുന്നു, മറിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നിങ്ങൾക്കെതിരെ നടപടി വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു? പാർട്ടി എടുക്കുന്ന ഏത് നടപടിയും സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രവർത്തകനായി പാർട്ടിയിൽ തന്നെ തുടരും. ഇനിയിപ്പോൾ ഈ അഡ്ഹോക് കമ്മിറ്റി നിങ്ങളുടെ വികാരം മനസ്സിലാക്കുമോ? തീർച്ചയായിട്ടും ഇവരെല്ലാം ഈ അഡ്ഹോക് കമ്മിറ്റിയിൽ വരുന്നവരെല്ലാം ഞങ്ങളെ അറിയാവുന്നവരാണ്, ഞങ്ങൾക്കറിയാവുന്നവരാണ്. ഞങ്ങൾ ഈ പാർട്ടിയാണ്, ഞങ്ങൾ വേറൊരു പാർട്ടിയല്ലല്ലോ. അപ്പോൾ ഇതുവരെ പാർട്ടി നടപടി എടുത്തിട്ടില്ല, നടപടി എടുക്കുന്നുള്ള വിശ്വാസമില്ല. അഥവാ നടപടി എടുത്താലും അച്ചടക്കമുള്ള പാർട്ടി പുറത്തുന്ന നിലയിൽ പാർട്ടി ഇന്ന് പ്രവർത്തിക്കും. ഇപ്പോൾ ഈ കുലശേഖരപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആ നേതാവിനെ സംബന്ധിച്ചാണല്ലോ നിങ്ങൾക്ക് തർക്കങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നടപടികൾ ഇനി ലോക്കൽ കമ്മിറ്റിയിലേക്കും വരണമെന്നാണോ നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അതിന്റെ ഭാഗമാണല്ലോ ഏരിയ കമ്മിറ്റി തന്നെ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ലോക്കൽ കമ്മിറ്റികളിലൂടെ ഈ നടന്നുള്ള സമ്മേളനങ്ങൾ ഒന്നും തന്നെ ശരിയായ രീതിയിലായിരുന്നില്ല എന്ന അർത്ഥത്തിലാണല്ലോ ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം പരിശോധിക്കുന്ന നല്ല ഉത്തമ വിശ്വാസമുണ്ട്. പാർട്ടി സംസ്ഥാന നേതൃത്വം നിങ്ങൾ എന്ത് വിഷയമാണ് ഉന്നയിച്ചത് അത് അതിന്റെ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കി, അങ്ങനെയാണ് നിങ്ങൾ കരുതുന്നത്? 100%. ഇതൊരു പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചിരിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അത് എല്ലാ വർഷങ്ങളും പാർട്ടി പരിശോധിക്കുമല്ലോ. അത് പരിശോധിച്ചതിന്റെ വേണ്ട ഉചിതമായ നടപടി ഇനിയും കൈക്കൊള്ളുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ലോക്കൽ സമ്മേളനത്തിൽ അന്ന് രാത്രി നിങ്ങൾ അവിടെ വെച്ച് പറയുകയുണ്ടായി, സ്ഥലത്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ BJPയും കോൺഗ്രസും ശക്തി പ്രാപിക്കുമെന്ന്. അതൊക്കെ ഒരുപക്ഷെ സംസ്ഥാന നേതൃത്വം വേണ്ട രീതിയിൽ ഗവനിച്ചു കാണും അല്ലേ? പാർട്ടിയിലെ ആത്യന്തികമായിട്ട് പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരാണ് പ്രദേശത്ത് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അവർക്ക് ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മറ്റു ചിത്രശക്തികൾ വളർന്നു വരും എന്ന ആശ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പാർട്ടിയിൽ ശുദ്ധികലശം തന്നെയാണ് തങ്ങളുടെ മേഖലയിൽ നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ സമരത്തിന് നേതൃത്വം നൽകിയ പാർട്ടി അണികൾ പറയുന്നത്. ഏതായാലും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ നേരിട്ടിടപെട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയതിൽ കഴിഞ്ഞ ദിവസം സമരം നടത്തിയ പാർട്ടി അണികൾക്ക് ആശ്വാസമുണ്ട്. അവർ ഏതായാലും ഈ നടപടികളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.